വെള്ളാങ്കല്ലൂർ വള്ളിവട്ടം ഈസ്റ്റ് വാർഡിൽ 57 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ നീളംകുളം നവീകരണ പദ്ധതിക്കെതിരെ ഗുരുതര അഴിമതി ആരോപണം. പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കനത്ത മഴയിലും ഭക്തിസാന്ദ്രമായി ആനയൂട്ട് ചടങ്ങുകൾ നടന്നു. ചടങ്ങിൽ പങ്കെടുത്തത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 49 ആനകൾ. പറവൂർ മാഞ്ഞാലി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തി ബസ് ഡ്രൈവർ. ചാലാക്ക സ്വദേശി അജേഷിന്റെ സംയോജിത ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിച്ചത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വള്ളിവട്ടം ഈസ്റ്റ് വാർഡിൽ 57 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ നീളംകുളം നവീകരണ പദ്ധതിക്ക് എതിരെ ഗുരുതര അഴിമതി ആരോപണം. നിർമ്മാണത്തിലെ ക്രമക്കേടുകളും പൊതുപണം ദുരുപയോഗം ചെയ്തതായും ആരോപിച്ച് പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വള്ളിവട്ടം ഈസ്റ്റ് വാർഡിൽ പ്രദേശവാസികൾക്ക് കുളിക്കാനും നീന്തൽ പരിശീലനത്തിനുമായി നടപ്പിലാക്കിയ നീളംകുളം നവീകരണ പദ്ധതിയാണ് ഇപ്പോൾ വിവാദത്തിലായത്. തൃശൂർ കോർപ്പറേഷന്റെ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022-23 കാലയളവിൽ 57,44,576 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതിൽ കുളം നവീകരണത്തിന് 55,94,576 രൂപയും ഗേറ്റും കവാടവും നിർമ്മിക്കാൻ 1.5 ലക്ഷം രൂപയും വിനിയോഗിച്ചു. എന്നാൽ പദ്ധതി പൂർത്തിയായതിനു പിന്നാലെ തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ പ്രകടമായെന്നാണ് പരാതി. കുളത്തിന് ചുറ്റുമുള്ള ഫൗണ്ടേഷന്റെ മൺചിറകൾ ഇടിഞ്ഞു താഴുകയും നടപ്പാതയിലെ ടൈലുകൾ ഇളകി ഉപയോഗശൂന്യമാവുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. തുടർന്ന് നടപ്പാത വീണ്ടും നവീകരിച്ചെങ്കിലും അതും തകർന്നതായും ആരോപണമുണ്ട്. നവീകരണത്തിന് ശേഷം കുളത്തിലെ വെള്ളം ഗുരുതരമായി മലിനമായതായും ഇത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ കുളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ആരോപണമുണ്ട്. പദ്ധതിക്കായി ചെലവഴിച്ച പൊതുപണത്തിന്റെ വിനിയോഗം സംബന്ധിച്ച് സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും തുക ആർക്കൊക്കെയാണ് കൈമാറിയതെന്നും എന്തിനാണ് ചെലവഴിച്ചതെന്നും പരിശോധിക്കണമെന്നും കോൺഗ്രസ് നേതാക്കളായ സാബു കണ്ടത്തിൽ, പ്രശോഭ് അശോകൻ എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. പൊതുപണം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തുന്നവർക്ക് എതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിട്ട് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് വിദ്യാർത്ഥികളോട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ വിദ്യാശ്രീ 2026 വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവെയാണ് മന്ത്രിയുടെ ആഹ്വാനം. തൃശൂർ കെ കരുണാകരൻ സ്മാരക ടൗൺ ഹാളിൽ നടന്ന തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ വിദ്യാശ്രീ 2026 വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ ശ്രദ്ധേയമായത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ജീവിതത്തിലെ കഷ്ടതകളിലും പ്രതിസന്ധികളിലും തളരാതെ അവയെ ധീരമായി നേരിടണമെന്നും വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഉണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. ആ പ്രതിസന്ധികളുടെ മുമ്പിൽ തകർന്നു പോകാൻ ഒരിക്കലും പാടില്ല. അതിനെല്ലാം നേരിടാൻ കഴിയണം. The question is how to translate these challenges into opportunities. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വിജയത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. എല്ലാവരും ഒന്നാമനാകാൻ വേണ്ടി മത്സരിക്കുകയാണ്. ഏറ്റവും താഴെ വരുന്ന ആളിനെ ആരും ശ്രദ്ധിക്കുന്നില്ല. അവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്നായി പഠിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിടാനും പ്രയാസങ്ങളെ തരണം ചെയ്യാനും നമുക്ക്. ഇപ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. SLC പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. എല്ലാത്തിനും A+ കിട്ടാതെ ഒരു സബ്ജക്റ്റിന് പുറകിൽ പോകുന്നതിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ദൈവം തന്ന വരദാനമാണ് ഈ ജീവിതം. ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ എല്ലാവർക്കും ഉണ്ടാകും. ലോകത്തുള്ള എല്ലാവർക്കും ഓരോ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ കൂടുതൽ ആവേശത്തോടെ വിജയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. വിജയത്തിനായുള്ള മത്സരപ്പാച്ചിലിൽ പിന്നിലാകുന്നവരെയാണ് സമൂഹം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും
പരീക്ഷകളിൽ മാർക്ക് കുറയുന്നതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തമായ ലക്ഷ്യബോധത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ടു പോയാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യാതിഥിയായ യുവജന കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് കേരള പോലീസിന്റെ ജനകീയ മുഖം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന് കഴിഞ്ഞതായി അഭിപ്രായപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ, തൃശൂർ റേഞ്ച് DIG ടി നാരായണൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ കനത്ത മഴയിലും ഭക്തിസാന്ദ്രമായി ആനയൂട്ട് ചടങ്ങുകൾ നടന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 49 ആനകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ആനയൂട്ടിന് പിന്നാലെ ആനകൾക്കുള്ള ഒരു മാസത്തെ സുഖചികിത്സയും തുടക്കമായി. കനത്ത മഴയെ അവഗണിച്ച് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഇത്തവണത്തെ ആനയൂട്ട് ചടങ്ങുകൾ നടന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 49 ആനകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ക്ഷേത്രം മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി തിരുവമ്പാടിയുടെ ലക്ഷ്മിക്കുട്ടി എന്ന ആനയ്ക്ക് ആദ്യ ഉരുള നൽകിക്കൊണ്ടാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്. 500 കിലോഗ്രാം അരിയുടെ ചോറിനൊപ്പം അഷ്ടചൂർണവും ഔഷധങ്ങളും ആപ്പിൾ, മുന്തിരി, തണ്ണിമത്തൻ തുടങ്ങി വിവിധ പഴവർഗ്ഗങ്ങളും ആനകൾക്ക് നൽകി. ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും നടന്നു. ഇതിനായി 1,20,008 നാളികേരം, 2000 കിലോഗ്രാം ശർക്കര, 2000 കിലോഗ്രാം അവിൽ എന്നിവ ഉപയോഗിച്ചു. ആനയൂട്ടിന് ശേഷം ആനകൾക്കായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരമ്പരാഗത സുഖചികിത്സയ്ക്കും തുടക്കമായി. മഴക്കാലത്ത് ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി വർഷം തോറും ഈ ചികിത്സ നടത്തിവരുന്നു. മീഡിയ ടൈം, തൃശൂർ. പറവൂർ മാഞ്ഞാലി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തി ബസ് ഡ്രൈവർ. സർവീസിനിടെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഒരു നിമിഷം പോലും വൈകാതെ പുഴയിലേക്ക് ചാടിയ ചാലാക്ക സ്വദേശി അജേഷിന്റെ സമയോചിത ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിച്ചത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പറവൂർ അങ്കമാലി റൂട്ടിൽ സർവീസ് നടത്തുന്നതിനിടെ മാഞ്ഞാലി പാലത്തിന് സമീപം ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ട് ബസ് ഡ്രൈവർ ചാലാക്ക സ്വദേശി അജേഷ് കാര്യം തിരക്കി. അപ്പോഴാണ് ഒരു പെൺകുട്ടി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയെന്ന വിവരം ലഭിച്ചത്. ഒട്ടും സമയം പാഴാക്കാതെ അജേഷ് നേരെ പുഴയിലേക്ക് ചാടി പെൺകുട്ടിയെ കണ്ടെത്തി കരക്കെത്തിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പെൺകുട്ടിയെ ചാലാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി അപകടനില തരണം ചെയ്തതായാണ് ലഭിക്കുന്ന വിവരം. അപകടഘട്ടത്തിൽ ജീവൻ പണയം വെച്ച് നടത്തിയ അജേഷിന്റെ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരും യാത്രക്കാരും അഭിനന്ദനം അറിയിക്കുകയാണ്. മാഞ്ഞാലി പാലത്തിന് മുകളിൽ പറവൂരിൽ നിന്ന് അങ്കമാലിക്ക് പോകണം. മാഞ്ഞാലി പാലത്തിന് മുകളിൽ ആൾക്കാർ ഓടിക്കുന്നത് വണ്ടി നിർത്തി നോക്കി കഴിഞ്ഞാൽ പെൺകുട്ടി വെള്ളത്തിൽ കിടന്ന് കിടക്കണം. നോക്കിയില്ല, കത്തുകൂടിയിട്ട് നേരെ വെള്ളത്തിൽ ചാടി അതിനെ രക്ഷിച്ച് കരക്കടിപ്പിച്ചു. അതിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായില്ല, ചാലാക്ക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. ചെറുതായിട്ട് ഒഴുക്കുണ്ടായിരുന്നു. മീഡിയ ടൈം, പറവൂർ. വെള്ളാങ്കല്ലൂരിലെ കോണത്തുകുന്നിൽ കോൺഗ്രസ് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് തകർക്കുകയും പാർട്ടി കൊടി കീറി നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. സംഭവത്തിൽ ആരോപണ വിധേയനായ യുവാവിനെ കണ്ടെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ കൊണ്ട് തന്നെ കീറിയ കൊടി തിരികെ കെട്ടിച്ചു. അതിനിടെ ബോർഡ് കീറിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കോണത്തുകുന്ന് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡ് തകർക്കുകയും പാർട്ടി കൊടി കീറി നശിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് സംഭവം വിവാദമായത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഫ്ലെക്സ് ബോർഡ് തകർക്കുന്നതും പിറ്റേന്ന് പകൽ അതേ സ്ഥലത്തെ കോൺഗ്രസ് കൊടി കീറി നശിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പ്രദേശവാസിയായ ഒരു യുവാവാണ് ദൃശ്യങ്ങളിൽ ഉള്ളതെന്നാണ് പിന്നീട് കോൺഗ്രസ് കണ്ടെത്തിയത്. സംഭവത്തിൽ കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ ആരോപണ വിധേയനായ യുവാവിനെ കണ്ടെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹം കീറിയ കൊടി അതേ സ്ഥലത്ത് വീണ്ടും കെട്ടിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളും പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ.
മാള മെഡ്സ് കോളേജിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, പോളിടെക്നിക് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഉണ്ട്, ആർട്സ് ആൻഡ് സയൻസ് ഉണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേണിയിലൂടെ കടന്നു പോകുന്ന മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുവാൻ കിട്ടുന്ന ഒരവസരം ഏറെ ധന്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ദശമോദ്ഘാടനമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധം വർഷങ്ങൾ മുമ്പ് തുടങ്ങി. അദ്ദേഹം ഫിസാറ്റിൻ്റെ ചെയർമാനായി ഡയറക്ടറായിട്ട് മുഖ്യരിക്കുന്ന കാലഘട്ടം. അതിന് മുമ്പ് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മാറ്റി അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഒരു വിഷയം എന്താണ്, ഓൾ ഇന്ത്യ ലെവലിലെ ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആളാണ്. ഈ കോർഡിനേറ്റ് ചെയ്യുവാനും കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് എനിക്കറിയാം. മറ്റുള്ളവരെയൊക്കെ ഞാൻ ഇന്ന് പരിചയപ്പെടുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇതിൻ്റെ ചെയർമാനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഒരു മെഡിക്കൽ രംഗത്ത് നിന്ന് ഇവിടെ എത്തുകയും. ചടങ്ങിൽ മെഡ്സ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കോളേജ് മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഗീത വിരുന്നും NSS വളണ്ടിയർമാരുടെ ഫ്ലാഷ് മോബും ഒരുക്കിയിരുന്നു. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി വിതരണവും ബോധവൽക്കരണവും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KV പോൾ അധ്യക്ഷനായി. ഷിഫ, സന്തോഷ്, ഷിബു വാലപ്പൻ എന്നിവർ സംസാരിച്ചു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഔഷധക്കൂട്ടുകളടങ്ങിയ മരുന്നുണ്ടകൾ നിർമ്മിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ആളൂർ രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഔഷധക്കൂട്ടുകളടങ്ങിയ മരുന്നുണ്ടകൾ നിർമ്മിക്കുന്നത്. പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ്, സംസ്കൃതം അധ്യാപകൻ പ്രശാന്ത് P രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മരുന്നുണ്ടയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി വിതരണവും ഔഷധ സസ്യ പ്രദർശനവും നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലിജി ജോജി ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഇത്രയും ഔഷധ സസ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ പറിച്ചു കൊണ്ടുവരാനും ഇവിടെ അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് എല്ലാവർക്കും പേരുകളൊക്കെ എഴുതി വളരെ മനോഹരമായിട്ട് ഇത്ര അധികം സസ്യങ്ങള് ഔഷധക്കൂട്ടുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കൂടിയുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ കർക്കിടകം എന്ന് പറയുന്നത് ഒരുപാട് മഴ പെയ്യുന്ന സമയവും അതുപോലെ തന്നെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു മാസം കൂടിയായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും അറിയില്ലായിരിക്കും അല്ലേ? അറിയോ? വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ EM ബിന്ദു, പ്രധാനാധ്യാപിക KN ലീനാമോൾ, NSS പ്രോഗ്രാം ഓഫീസർ PR സരിത എന്നിവർ സംസാരിച്ചു. CPMനെതിരെ കേന്ദ്ര ഏജൻസിയായ EDയുടെ കള്ളക്കേസുകളും വേട്ടയാടലും ആരോപിച്ച് CPIM കൊടകര നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. കൊടകര ഗാന്ധിനഗറിൽ നടത്തിയ പ്രതിഷേധ സംഗമം CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗം E. കാനൂബ് ഉദ്ഘാടനം ചെയ്തു. KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KD അപ്പച്ചൻ, അൻവർ സാദിഖ്, PG വാസുദേവൻ നായർ, സ്വപ്ന സത്യൻ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി. പൂവത്തുശ്ശേരി പാലപ്പുഴ ചേന്നാമ്പുരം വാമനക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. മേൽശാന്തി ശ്രീഹരി ബാലചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഉണ്ണികൃഷ്ണ വാര്യർ, ബാനർജി, ചാറ്റർജി, മനോഹരൻ, രഞ്ജീവ് കെ, അഡ്വക്കേറ്റ് OD ബാലചന്ദ്രൻ, മാധവൻ, രാജീവ് KA, രാജേശ്വരി, രമ, കൃഷ്ണ, ലെന, ഷാബു, ഷാജി, ദ്രൗപദി, ദേവയാനി തുടങ്ങിയവർ നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാങ്കല്ലൂർ വള്ളിവട്ടം ഈസ്റ്റ് വാർഡിൽ 57 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ നീളംകുളം നവീകരണ പദ്ധതിക്കെതിരെ ഗുരുതര അഴിമതി ആരോപണം. പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കനത്ത മഴയിലും ഭക്തിസാന്ദ്രമായി ആനയൂട്ട് ചടങ്ങുകൾ നടന്നു. ചടങ്ങിൽ പങ്കെടുത്തത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 49 ആനകൾ. പറവൂർ മാഞ്ഞാലി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തി ബസ് ഡ്രൈവർ. ചാലാക്ക സ്വദേശി അജേഷിന്റെ സംയോജിത ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിച്ചത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.